നമുക്കിന്ന് സോയ ബോൾസ് കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മണിക്കൂർ മുമ്പ് തണുത്ത വെള്ളത്തിൽ ഇട്ടതാണ് ഇത് നമുക്കിങ്ങനെ കഴുകിയിട്ട്, ഇത് 2 പ്രാവശ്യം കഴുകിയതാണ്. അങ്ങനെ കഴുകിയിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. അങ്ങനെ മുഴുവൻ പിഴിഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് ഇത് സോയ ബോൾസ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പാത്രം ചൂടാകാനായിട്ട് സ്റ്റവ് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. 200 ഗ്രാം സോയ ബോൾസാണ് നമ്മൾ വെള്ളത്തിലിട്ട്, അതാണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 3 സബോളയാണ്, ഇടത്തര സബോള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റണം. നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. പിന്നെ ഈ തക്കാളിയുടെ ഒരു പകുതി എടുത്താൽ മതി. തക്കാളിയുടെ വലിപ്പം കണ്ടോ, ഒരിടത്തരം തക്കാളി അതിൻ്റെ പകുതി മതിയാവും. ഇഞ്ചി ഇവിടുത്തെ പിള്ളേർക്ക് ചേർക്കാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാതെ ചേർത്തും ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി 6 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത്, പച്ചമുളക് 2 എണ്ണം, ഇത്രയും ചേർക്കാം. ഇത് വേണ്ടതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് പൊടികളൊക്കെ ചേർക്കേണ്ടത്, മസാലകൾ ചേർക്കേണ്ടത്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. നമുക്കിത് ഇളക്കി പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാവേ. വളരുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ജിമ്മിൽ പോകുന്നവർക്കും വർക്കൗട്ട് ചെയ്യുന്ന യൂത്ത് അവർക്കും ഇത് വളരെ നല്ലതാണ്. 100 ഗ്രാം സോയ ബോൾസിൽ 40 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. നമുക്കിതിപ്പോൾ പൊടി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഈ സമയത്താണ് ചേർക്കുന്നത്. 1/2 മുറി തക്കാളിയാണ് ചേർത്തത്. ഇത് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റിയിട്ട് വെള്ളം ചേർത്ത്, തക്കാളി ഒന്ന് കുക്കാവുന്നതിന് വേണ്ടി വെള്ളം ചേർത്തിട്ട്, തക്കാളി ഒന്ന് കുക്കാവുന്നതിന് വേണ്ടി നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. നമുക്കിത് മെൽറ്റായി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി ഉണ്ട് ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഈ സോയ ചങ്ക്സ് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കുക.
ഇളക്കി ഇളക്കി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചും കൂടെ വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ ആ വെള്ളം കൊണ്ട് ഇതൊന്നും കൂടെ കുക്കാവും. നമുക്ക് അതിന് വേണ്ടി അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇളക്കി നോക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 200 ഗ്രാം സോയാ ബോൾസിന് നമുക്ക് 3 മുട്ട ഇതിൻ്റെ പുറത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഈ സമയത്ത് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കാണ്. ഈ സമയത്ത് ഇളക്കിയാൽ ആകെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. നമുക്കിത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇതിനകത്ത് പലതരത്തിലുള്ള മസാലകളും ചേർക്കാം. ചാറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അല്ലെങ്കിൽ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല. ഞാനാകെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ ഞാനിതൊരു 40 ദിവസമായിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. ആകെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങളെയും കൂടെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം മോന് തീരെ മെലിഞ്ഞതും ഒക്കെ ആയിരുന്നു. അവൻ്റെ രൂപം തന്നെ മാറിപ്പോയി. ഞാനിത് അവന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് 21 ദിവസം കൊടുത്തപ്പോൾ തന്നെ അവന് നല്ല മാറ്റമുണ്ട്. മസിൽ ഗ്രോത്തും അതുപോലെ അവന് തടിയനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ മുട്ട കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതല്ല ബ്രേക്ക്ഫാസ്റ്റിന് തന്നെയാണെങ്കിലും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഗ്ലൂക്കോസിന് കൊടുത്തിട്ട് റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സെബാന് ഈ സോയ ചങ്ക്സിൻ്റെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് സെബാനോട് ചോദിച്ചു നോക്കാം. പൊളി സാധനം. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്ലേറ്റ് കഴിക്കാം. സെറ്റ് സാധനം, പൊളി സാധനം.